ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലിന് ഫാത്തിഹ എടുത്തപ്പോ ലാമിന് ഫാത്തിഹ എടുത്തപ്പോ ഇവിടെ ഞാൻ കുറെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉസ്താദ് ഒന്നാമത് കണ്ണിയിൽ പറയുന്ന അക്ഷരം ഏതാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ആ അക്ഷരം ഇവിടെ എഴുതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫൽ ഹാൽ? എല്ലാ മക്കൾക്ക് സുഖല്ലേ? എത്ര ദിവസം ലീവ് കിട്ടി? 5 ദിവസം ലീവ് കിട്ടിയല്ലേ? 5 ദിവസം ലീവ് കിട്ടിയപ്പോ നിങ്ങൾ ആനന്ദിച്ചോ? നിങ്ങൾ സന്തോഷിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ വയനാട്ടിൽ നമ്മളെ പോലുള്ള മക്കള് അള്ളാഹു സ്വർഗം നൽകട്ടെ അല്ലേ. ഒരുപാട് മക്കള് ഇന്ന് സന്തോഷത്തിലല്ല വയനാട്ടിലുള്ളത്. ഒരുപാട് മക്കൾ ഇന്ന് ദുഃഖത്തിലാണ് അല്ലേ. അള്ളാഹു ആ മക്കൾക്ക് നല്ലൊരു ആശ്രയം കൊടുക്കട്ടെ. മക്കള് അതുപോലെ തന്നെ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. വീട് നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ, നല്ല വീട് നൽകട്ടെ. കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് നമ്മളെല്ലാവരും കാക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് പരീക്ഷ അടുത്തായി അല്ലേ. അപ്പൊ നമുക്ക് നല്ല ഉഷാറായിട്ട് പഠിക്കണം. ഇവിടെ ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചില്ലേ? പുറത്തുനിന്ന് പഠിച്ചിട്ടില്ലേ? പുറത്തുനിന്ന് പഠിച്ചോട്ടിലൊക്കെ കൈ വന്നിച്ചേ. ഓക്കെ, നല്ല മക്കള്. അപ്പൊ നമുക്ക് പഠിച്ചതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ബോർഡിൽ എഴുതിയൊക്കെ ഒന്ന് വായിക്കണേ. എല്ലാവരും ബോർഡിലേക്ക് നോക്ക്. മോൾ എന്താ എഴുതിക്കുന്ന? ആദ്യം തുടർന്ന് ഓരോന്ന് എല്ലാവരും വായിക്കണേ. വായിക്കാത്തത് ഞാൻ കാണും കേട്ടാ. പിടിക്കോ. തുടർന്ന് ഓരോന്ന് വായിച്ചേ. വായിക്കാത്ത ആളുണ്ടല്ലേ? ഇതോ ഇതോ വായന തെറ്റല്ല. അവിടെ ഉസ്താദ് നിർത്തോ. ഇത് വായിച്ചാ നമ്മുടെ തുടർന്ന് സീനല്ല സീൻ. ഇതോ ഇയാളാര്? നമ്മ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇയാളാണ് കേട്ടാ. രണ്ടാമത് നാളെ കള്ളി പറഞ്ഞാട്ടെ. അലിഫിന് ഫാത്തിഹ കൊടുത്തപ്പോ ഓക്കെ, മീമിന് ഫാത്തിഹ കൊടുത്തപ്പോ ദാലിന് ഫാത്തിഹ കൊടുത്തപ്പോ ലാമിന് ഫാത്തിഹ കൊടുത്തപ്പോ ബായിന് ഫാത്തിഹ കൊടുത്തപ്പോ ഹായിന് ഫാത്തിഹ കൊടുത്തപ്പോ കാഫിന് ഫാത്തിഹ കൊടുത്തപ്പോ സീനിന് ഫാത്തിഹ കൊടുത്തപ്പോ നൂനിന് ഫാത്തിഹ കൊടുത്തപ്പോ റായിന് ഫാത്തിഹ കൊടുത്തപ്പോ പറഞ്ഞ റായിന് വരട്ടോട്ടെ. ഇനി താഴെ അലിഫിന് കസോട്ട് എടുത്താലോ, മീമിന് കസോട്ട് എടുത്താലോ, ദാലിന് കസോട്ട് എടുത്താലോ, ലാമിന് കസോട്ട് എടുത്താലോ, ബാലിന് കസോട്ട് എടുത്താലോ, ഹായിന് കസോട്ട് എടുത്താലോ, കാഫിന് കസോട്ട് എടുത്താലോ, സീനിന് കസോട്ട് എടുത്താലോ. അങ്ങനെ സീന് വന്ന അടി കിട്ടുവേ. അടി വേണ സീന് വന്നിട്ട് അടിക്കോട്ടാ. നൂനിന് കസോട്ട് എടുത്താലോ. മറക്കുന്നുണ്ട്, മറക്കാൻ പാടില്ല. മറന്നാ പോയി. വായന കസോട്ട് എടുത്താലോ. അവിടെയാണ് നമ്മൾ വായന ശ്രദ്ധിക്കണ്ടേ. ഇത് റീന് വായിക്കാൻ പാടില്ല. അല്ല അങ്ങനെ ലാമായി അല്ല ആണ്. മരം എന്ന് പറയുന്ന ലാഭം കണ്ടിട്ടില്ല. അതുപോലത്തെ
പിന്നെ അടുത്തത് അലിഫിന് നമ്മട്ടപ്പോ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും വായിച്ചതിന് ശേഷം ഓരോരുത്തർക്കും ഉസ്താദ് വായിപ്പിക്കും കേട്ടാ. ഇപ്പൊ ഒരുമിച്ച് എല്ലാവരും ഇപ്പം പറയാ, അതിൽ കേട്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യണോ, പഠിക്കുന്ന പറയുന്ന രൂപം മനസ്സിലാക്കിയിട്ട് വയ്യ ഓരോരുത്തർ വായിച്ചോ കേട്ടാ. അപ്പൊ അലിഫിന് നമ്മട്ടാൽ ഓ, അമീമിന് നമ്മട്ടെടുത്താല്, നാലിന് നമ്മട്ടെടുത്താല് ലോ, ലാമിന് നമ്മട്ടെടുത്താലോ ലോ. തെറ്റാൻ പാടില്ല, തെറ്റാൻ പാടില്ല. പിന്നാലെ തുടർന്നത് ബായിന് നമ്മട്ടെടുത്താല്, ഹായിന് നമ്മട്ടെടുത്താല് ഹോ, കാഫിന് നമ്മട്ടെടുത്താല് ഹോ, ഷീനിന് നമ്മട്ടെടുത്താല്, നൂനിന് നമ്മട്ടെടുത്താല്, റായിന് നമ്മട്ടെടുത്താല് റോ റോ റോ. അപ്പൊ നമ്മള് ഇവിടെ മഞ്ഞ അടയാളപ്പെടുത്തുന്ന റോ എന്ന് നമ്മൾ നോക്കിയാട്ടെ. റാ ഏ ഇവിടെ ഇവിടെ റാ ഏ റാ റോ. പ്രിയപ്പെട്ട മക്കളെ, ഇനി നിങ്ങൾക്കുള്ള ചെറിയൊരു പരീക്ഷ. ഉസ്താദേ പറഞ്ഞ പോലെ എല്ലാവരും കടലാസൊക്കെ വരച്ച് കൊണ്ടുവന്നിട്ടില്ലേ? കൊണ്ടുവന്നിട്ട് റെഡി ആയിട്ടുണ്ടല്ലേ? ഇനി പരീക്ഷന്റെ കോലം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ നോക്ക്. ആദ്യം എത്ര കള്ളിയുണ്ട്? 3 കള്ളിയുണ്ട് അല്ലേ? ഈ കള്ളിയിൽ എന്തില്ല? ഒന്നും അക്ഷരം എഴുതിയിട്ടില്ല. ഇവിടെ ഈ അക്ഷരത്തിന്റെ പേര് കാഫ്. കാഫിന് ഫത്തഹുണ്ടോ, കസ്റുണ്ടോ, ലംബ സുക്കൂനുണ്ടോ? ഒന്നുമില്ല. ഇവിടെ എന്താണ്? നൂനൊന്നുമില്ല. ഇവിടെ നൂനൊന്നുമില്ല. അപ്പൊ ഉസ്താദ് പറയുന്ന ഈ കള്ളിയിൽ നോക്കണേ. ഇവിടെ നോക്കിയത് പറ്റുമല്ലോ. ഇവിടെ ഞാൻ പല അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. റോ ഉണ്ട്, റായുണ്ട്, റീയുണ്ട്, പിന്നെ റോ ഉണ്ട്, റേ ഉണ്ട്, റൊന്നുണ്ട്. ഉസ്താദ് ഒന്നാമത്തെ കള്ളിയിൽ പറയുന്ന അക്ഷരം ഏതാണ് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ആ അക്ഷരം ഇവിടെ എഴുതണം. അതുപോലെ ഇവിടെ ഫത്തഹ് വേണമെങ്കിൽ ഫത്തഹ്, കസ്റ് വേണമെങ്കിൽ കസ്റ്. ഉസ്താദ് പറയുന്നത് നോക്കിയിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണേ. അപ്പൊ ഞാൻ ആദ്യത്തെ വാക്ക് പറയുന്നത് ഇങ്ങനെ ഓരോ കള്ളിയിലുണ്ട്. രണ്ടാമത്തെ കള്ളിയിൽ ഇവിടെ കള്ളിയുണ്ട്. ഇവിടെ എന്തില്ല? ഒന്നുമില്ല. ശ്രദ്ധിക്കുന്നുണ്ടാ? ശ്രദ്ധിക്കാത്തവർക്ക് പണിവാളോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു കള്ളി അയവ്. ഇവിടെ സീനുണ്ട്, ലാമുണ്ട്. ഇവിടെയോ മീമുണ്ട്. ഇവിടെ കള്ളി അയവ്. ഇവിടെ മീമുണ്ട്. ഇവിടെ കള്ളി അയവ് കേട്ടാ. അപ്പൊ ഓരോന്നിനും ഉസ്താദ് പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണോ? വേണ്ടുന്ന അക്ഷരങ്ങള് കള്ളികളിൽ, ഒഴിഞ്ഞ കള്ളികളിൽ ഇവിടെ നോക്കിയിട്ട് എഴുതി കൊടുക്കണം. എന്നിട്ട് ഫത്തഹും കസ്റൊക്കെ വേർന്ന് കൊടുക്കണം. ഓക്കെ? അപ്പൊ ഉസ്താദ് ആദ്യത്തെ വാക്ക് പറയുന്നത് കേട്ടോ. ആദ്യത്തെ വാക്ക് പറയുന്നത് ഇതാ ഇവിടെ ഒന്നാമത് കള്ളിയിൽ നമ്പർ 2 ഉസ്താദ് കൊടുക്കണേ. ഒന്നാം കള്ളിയില് ഓ, ആദ്യത്തെ കള്ളിയിൽ വേണ്ടത് റോ. നോക്കിട്ട് എഴുതിക്കോ. ഇവിടെ നോക്കിട്ട് ഏതാ? റോ 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 സ്റ്റാർട്ട്. റോ രണ്ടാമത്തത് ഉസ്താദ് പറയുന്നത് 2 റാ റാ. നോക്കിട്ട് എഴുതിക്കോ. റാ മാ റമദുൻ റമദുൻ. ഇനി മൂന്നാമത്തത്, നാലാമത്തത് റോ. ആ കടയിൽ റോ 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 റോ. ഇവിടെ റോ ഇല്ലേ? ഇവിടെ റോ ഉണ്ട്. ഇവിടെ പുതിയ പഠിച്ച അക്ഷരത്തിലെ റോ ഉണ്ട്. ഇവിടെ റോ റോ സോ ലോൻ റോ സോ ലോൻ റോ സോ ലോൻ. ലാസ്റ്റ് നാലാമത്തത് മീമല്ലേ? മീമിനെ മാനാക്ക്. ഇനി ഇവിടെ ഇവിടുന്ന് റേന്ന് കണ്ടെത്തുക. ഇതിനെ മാനാക്ക്. ഇവിടെ ഈ കള്ളിയില് ഇവിടെ ഉണ്ട്. ഏതാ റേ എന്ന് വെച്ചാൽ കണ്ടെത്തുക. കണ്ടെത്തുക കൂട്ടത്തുനിന്ന്. കാണിച്ചല്ല പാടില്ല. പരീക്ഷാനിത് മാറ് മാ. ഇതേ മാറ് മാ
ഇത് മാ, മൂന്നാമത്തെ മാ. അങ്ങനെ തന്നെ എഴുതണേ. മാറേ മാ. റോൻ, ലാസ്റ്റാമത്തെ റോൻ. റോൻ, മാറേ മാറോൻ. മാറേ മാറോൻ. എന്റെ മക്കളെ എല്ലാവരും പറഞ്ഞാട്ടെ. ഇതാ ഇവിടെ 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 നോക്ക്. ആദ്യം ഏതാക്ഷരം വേണ്ടേ? റൂക്കേലോ. ഏതാണോ? ഏതാണ്? ആ, അത് എഴുതി അവർക്ക് 2 മാർക്ക് അവിടെ തന്നെ. അപ്പൊ അത് ഉസ്താദ് അവിടെ തന്നെ എഴുതുന്നേ. അതവിടെ എഴുതുന്നത്. റോ. ഓക്കെ, അത് മഞ്ഞ കളറിലായി. ഇനി രണ്ടാമത് കാഫിന് എന്ത് വേണം? റോക്ക്. ഫതഹ് വേണോ, കസ്ർ വേണോ, ലംബ് വേണോ, സുക്കൂൻ വേണോ? സുക്കൂൻ വേണം. അപ്പൊ സുക്കൂൻ ഇട്ടോട്ട്. ഇനി നൂനിന് എന്ത് വേണോ? തൻവീലം. ഇപ്പൊ എന്താ കുട്ടി വായിക്കാ? വായിക്കാ. ആ, വായിക്കാത്ത കുറെ ആളുണ്ട്. ഇവിടെ തെറ്റ് നോക്കിയാൽ ഒരാളെപ്പെടുത്തി കൊട്ടാ. അയാളെ തെറ്റുന്നില്ലേ? റോക്കിനും. ഇനി രണ്ടാമത്തേത് പറഞ്ഞോ. രണ്ടാമത്തെ ഇവിടെ പറഞ്ഞോ. റമദൻ. റമദൻ പറഞ്ഞേ. ഏതാ വേണ്ടേ? ആരാ വേണ്ടേ? ആ, നേരെ കൊട്ട. റാ. റായിന് ഫാത്ത ഇട്ടിട്ട് റാ. ആ, ഇനി മീമിനോ? മാ. ദാലിനോ? എന്താ വേണ്ടേ? മീമിന് എന്താ കൊടുത്തേ? 10. ദാലിനോ? തൻവീലം കൊടുക്കണം. ഓക്കെ ഓക്കെ. ഇനി തെറ്റിവിടെ നോക്കിയിട്ട് വയ്യ പറയണേ. ഇനി മൂന്നാമത്തെ റീദോൻ എന്താ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തത് റീദോൻ. ഇവിടെ എന്താ വേണ്ടേ? അക്ഷരം വേണ്ടേ? പറഞ്ഞ എല്ലാവരും പറഞ്ഞ പറയാൻ ഉണ്ടാത്ത ആളുണ്ട്. ആ, ഓർക്ക് പണി തരാ. ഏതായാലും ആ, റായിന് കസറ് കൊടുത്തിട്ട് അപ്പൊ ആ റീനെ ഇവിടെ എഴുതി. ഓക്കെ. ഇനി ദാലിന് എന്ത് വേണോ? ഇവിടെ നോക്കണം. ഇവിടെ നോക്ക്. ദാലിന് എന്ത് വേണോ? സുക്കൂൻ കൊടുക്കണം. ഓക്കെ. ഇപ്പൊ എന്താ വായിക്കാം? റീദോൻ. റീദോൻ. ഇനി റൂസുൻ. ഏതാ റൂ? ഏതാ വേണ്ടേ? റൂ ഏതാ? ഓക്കെ. അപ്പൊ ആ റൂനെ ഇവിടെ കൊടുത്ത റായിന് ലംബിട്ട് കൊടുത്തട്ടാ റൂ. ഇനി സീന് എന്ത് വേണോ? ആ, എന്താ വേണ്ടേ? ലമ്മ്. റൂസു. ഇനി ലാമിന് എന്ത് വേണോ? തൻവീലം. അപ്പൊ റൂസുല്ലുൻ കേട്ടാ. റൂസുലുൻ. അത് കിട്ടിയവർക്ക് 4 മാർക്ക് കിട്ടി. മീമിന് എന്ത് വേണം? മാ. എന്ത് വേണം? ഇവിടെ ഫതഹ്. ഓക്കെ. ഇനി ഈ ഇവിടെ കൊടുക്കണം. ഓക്കെ. ആ, ഇനി മാ എന്താ വേണ്ടേ? അതാ അതിന് പേര് പറയും. ആ, ഒരാളെ കസു എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല. ആ, ഇനി റോൻ. 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 ഓക്കെ. അവിടെ ഇതാണ് റോന്ന് കൊടുക്കല കേട്ടാ. അപ്പൊ കുട്ടി വായിക്കാൻ. മാറേ മാറോൻ. മാറേ മാറോൻ. സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ.